ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ രാത്രി തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 10:15 യാത്ര തിരിച്ച് രാത്രി ഏകദേശം 1 മണിയായപ്പോഴത്തേക്കും ബഹ്റൈനിലെത്തി. ബഹ്റൈനിൽ നിന്നും 1:30 മണിക്ക് തന്നെ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ബഹ്റൈൻ ടു പാരീസ്. ഇന്ന് രാവിലെ പാരീസ് സമയം 7:25 ഇവിടെ എത്തി. ഇന്ത്യൻ സമയം 11:30 മണിക്കാണ് ഇവിടെ എത്തിയത്. കൃപയാൽ എയർപോർട്ടിനകത്ത് നിന്ന് എന്നെ ഫ്രഷ് ആകുവാൻ സാധിച്ചു. എന്നിട്ട് വാഹനത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നേരെ ഹോട്ടലിലേക്ക് ചെല്ലുക, ബാഗെല്ലാം അവിടെ വയ്ക്കുക, എന്നിട്ട് പട്ടണം ചുറ്റി പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോകുന്നു. ഇന്ന് പാരീസിൻ്റെ സിറ്റി മുഴുവനും വൈകുന്നേരം വരെ കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുക. ഒരിക്കലും ഈ പ്രദേശത്ത് വരുമെന്നോ ഈ രാജ്യത്ത് വരുമെന്നോ ഒന്നും എനിക്ക് ഒരു വിധത്തിൽ പോലും സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടുള്ള അല്ല. പക്ഷേ ഈ രാജ്യത്ത് വരുവാൻ എൻ്റെ യേശു എനിക്ക് കൃപ നൽകി. അനേകം പേർക്ക് ഈ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയ അഭിഷിക്തന്മാർ, സഹോദരങ്ങൾ, ക്രിസ്തുവിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നവരുണ്ട്. അവരെല്ലാവരും ഒരു നാൾ ഇതുപോലെ ലോകത്തിൻ്റെ അറ്റത്തോളം യേശുവിൻ്റെ സാക്ഷികളായി ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ രാജ്യങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വിമാനത്തിനകത്തിരിക്കുമ്പോൾ ഞാൻ ഒത്തിരി ഏകദേശം 8-9 രാജ്യം ക്രോസ് ചെയ്താണ് ഇവിടെ എത്തിയത്. അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, ഈ വിമാനം പറക്കുന്നതിൻ്റെ താഴെയുള്ള രാജ്യങ്ങളെല്ലാം യേശുവിനെ അറിയണം, സുവിശേഷം അറിയണം, യേശുവിനെ സ്വന്തം രക്ഷിതാവായി അവർ സ്വീകരിക്കണം, പാപത്തിൽ നിന്നൊരു മോചനം അവർക്ക് ലഭിക്കണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും എൻ്റെ മിഷൻ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മിഷൻ യാത്രയുടെ തുടർമാനമായി ദൈവസാന്നിധ്യം വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ തരുന്ന എല്ലാ പ്രാർത്ഥന സഹകരണത്തിനും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോകുകയാണ്. ദൈവപ്രവൃത്തികൾ ഈ ദിവസങ്ങൾ വെളിപ്പെടുവാൻ നിങ്ങൾ ഓരോരുത്തരും ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. God bless you. Bye-bye.